വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ വടക്കം പറവൂരും, രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കും എന്നായിരുന്നു നമുക്കറിയാം. അതുപോലെ ശ്രീ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ അത് ധർമ്മടത്തായിരിക്കും. മരുമകൻ റിയാസ് തീർച്ചയായിട്ടും ബേപ്പൂർ മത്സരിക്കും എന്ന് നമുക്കറിയാം. ഘടകകക്ഷികളുടെ പല നേതാക്കന്മാരുടെ കാര്യം ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ചിലരൊക്കെ മത്സരിക്കുമോ എന്ന കാര്യത്തിന് സംശയവും. കുഞ്ഞാലിക്കുട്ടി തീർച്ചയായിട്ടും വേങ്ങരയിലുണ്ടാകും. അതുപോലെ ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ പാലായിലായിരിക്കും. അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവർക്ക് ആർക്കും ഈ പേര് സ്വയമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടികൾ തീരുമാനിക്കണം. ഇപ്പോൾ CPM-നെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിക്കണം, ജില്ലാ കമ്മിറ്റി കൂടി ചിന്തിക്കണം, ഏരിയ കമ്മിറ്റിയുടെ ശുപാർശ വേണം. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കണം. എന്നാലേ ഒരാൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പറ്റും. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ കഴിവുള്ള ചില നേതാക്കന്മാരും ചില പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് ഈ പാർട്ടിയുടെ നേതാവും അനുയായിയും പ്രവർത്തകരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാം ഈ ഒരാൾ തന്നെയായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ പ്രിയ സുഹൃത്ത് KB ഗണേഷ് കുമാറാണ്. ഈ പുലമൺ ജംഗ്ഷൻ തൊട്ട് വാളകം വരെ നീണ്ടുകിടക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് അദ്ദേഹം തന്നെയാണ്. അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം പുള്ളി തന്നെയാണ്. അപ്പോൾ ഈ പുള്ളി അവിടെ മത്സരിക്കണം എന്ന കാര്യം പുള്ളി തന്നെയാണ് തീരുമാനിക്കുക. അപ്പോൾ കമ്മിറ്റി ഒന്നും കൂടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹം പത്തനാപുരത്ത് മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പത്തനാപുരമാണ് സിറ്റിംഗ് സീറ്റ്. 2001 മുതൽക്ക് സ്ഥിരമായിട്ട് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ് പത്തനാപുരം. 2001-ൽ 2006-ലും പിന്നീട് 2011-ലും അദ്ദേഹം UDF-ൻ്റെ ലേബലിലാണ് മത്സരിച്ചത്. 3 തവണ അദ്ദേഹം ജയിച്ചു. പിന്നീട് അദ്ദേഹം ഇടതു മുന്നണിയിലേക്ക് മാറി. ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടെ മത്സരിക്കുന്നു, ജയിക്കും. വരുന്ന തവണയും ഇടതു മുന്നണി പത്തനാപുരം സീറ്റ് പുള്ളിയുടെ പാർട്ടിക്ക് കൊടുക്കും. അവിടെ ഗണേഷ് കുമാർ തന്നെ മത്സരിക്കും. ഇതാണ് ഗണേഷ് കുമാറിൻ്റെ സ്ഥിതി. ഇത് തന്നെയാണ് നമ്മുടെ അനൂപ് ജേക്കബിൻ്റെ അവസ്ഥ. അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്ക് ഒരു ഗുണമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ശരിക്കും പറഞ്ഞാൽ പിറവം മുനിസിപ്പാലിറ്റിയിലും തിരുവാറാടി പഞ്ചായത്തിലും മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തുമില്ല. കാര്യം തന്നെ ജില്ലാ കമ്മിറ്റികളുണ്ട്, സംസ്ഥാന കമ്മിറ്റിയുണ്ട്, ദേശീയ കമ്മിറ്റി വരെയുണ്ട്. പക്ഷേ ഈ പാർട്ടിയുടെ അനിഷേധ്യ നേതാവ് അനൂപ് ജേക്കബാണ്. മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് TN ജേക്കബാണ്. TN ജേക്കബ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ നേതാക്കന്മാരിലൊരാളാണ്. അതിപ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ പാർട്ടിയുടെ ഉത്തരവാദിത്തം അനൂപ് ജേക്കബിൽ വന്ന് പെടുകയും പാർട്ടിയിൽ നിന്നും മറ്റ് നേതാക്കന്മാരൊക്കെ ഭാഗം വാങ്ങി പിരിഞ്ഞു പോയി. ജോണി നെല്ലൂരുണ്ട്, മറ്റു പല നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടിയും കിടക്കയും എടുത്ത് സ്ഥലം കഴിച്ചിലാക്കി. ഇപ്പോൾ അനൂപ് ജേക്കബ് മാത്രമേ. പിന്നെ അനൂപിനൊരു ഗുണമുണ്ട്. TN ജേക്കബ് പ്രഗത്ഭനായിരുന്നെങ്കിലും പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളും വിരോധികളും ഉണ്ട്. TN ജേക്കബിനെ അപേക്ഷിച്ച് അനൂപ് ജേക്കബിന് വേറൊരു ഗുണമുണ്ട്. TN ജേക്കബ് പ്രഗത്ഭനും പ്രസിദ്ധനുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് വിരോധികളും ശത്രുക്കളും ഉണ്ട്. അനൂപ് ജേക്കബിന് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം അജാത ശത്രുവാണ്. അദ്ദേഹത്തിന് വിരോധികളുമില്ല, ശത്രുക്കളുമില്ല. അദ്ദേഹത്തിന് വെറുതെ നോമിനേഷൻ കൊടുത്ത് വീട്ടിൽ നിന്നാൽ മതി, നാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അതാണ് അനൂപിൻ്റെ ഒരു വലിയ സൗകര്യം. അപ്പോൾ പിറവം സീറ്റ് UDF അനൂപിൻ്റെ പാർട്ടിക്ക് കൊടുക്കും. അനൂപ് തന്നെ മത്സരിക്കും, അനൂപ് ജയിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ മന്ത്രിയുമാകും. ഇതാണ് അനൂപിൻ്റെ സ്ഥിതി. ഇനി ഇതുപോലെ മറ്റൊരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അത് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന പിന്നീട് NCP-കാരനായി മാറിയ നമ്മുടെ പാലാ മെമ്പർ മാണി C കാപ്പൻ്റെ കാര്യമാണ്. മാണി C കാപ്പൻ വളരെ കാലം NCP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് പാലായിലും മറ്റു പല സ്ഥലത്തും മത്സരിച്ച് ധൈര്യമായിട്ട് തോറ്റാണ്. പക്ഷെ ഒരു ദിവസം ഈ കാപ്പൻ്റെ മാവ് പൂത്തു. അതായത് KM മാണി സാറ് മരിച്ച് പാലായിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ LDF-ൻ്റെ ഒരു നേർച്ചക്കോഴിയായിട്ട് മത്സരിച്ച ആളാണ് മാണി C കാപ്പൻ. അന്ന് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജോസ് ടോം എന്ന് പറഞ്ഞ ഒരാളാണ് മത്സരിച്ചത്. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം പോലും കിട്ടിയില്ല. പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ജോസ് ടോം തോറ്റുപോയി. ആ സ്ഥലത്ത് മാണി C കാപ്പൻ ജയിച്ചു. അടുത്ത തവണയായപ്പോഴത്തേക്കും ജോസ് കെ മാണി തന്നെ LDF-ലെത്തി. അദ്ദേഹം പാലാ സീറ്റ് ചോദിച്ചു. കാപ്പൻ വേറെ നിവൃത്തിയില്ലാതെ എന്താണ് NCP-K എന്നോ മറ്റോ പേരുള്ള ഒരു പാർട്ടി രൂപീകരിച്ചു. അതിൻ്റെ ആഗോള നേതാവായിട്ട് ഇപ്പോൾ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചു, ഇത്തവണ അദ്ദേഹം തന്നെ മത്സരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പാലാ സീറ്റ് നോക്കി ആരും മോഹിക്കണ്ട, ഈ കട്ടിൽ കണ്ട ആരും പനിക്കണ്ട എന്ന് അദ്ദേഹം ആർത്തശങ്കയ്ക്കിടയില്ലാത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ UDF ഈ സീറ്റ്
അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കും. ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ജയിക്കിച്ച് ഇപ്പോൾ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത് UDF അനുകൂല വികാരമുണ്ട്. രണ്ടാമത് കാപ്പൻ പാലയിൽ സാമാന്യം പോപ്പുലറാണ്. മൂന്നാമത് ജോസ് കെ മാണി ഇന്നത്തെ നിലയ്ക്ക് പാലയിൽ മത്സരിക്കുമെന്നറിയില്ല. മത്സരിച്ചാൽ തന്നെ കാപ്പനെ തോൽപ്പിക്കാൻ പറ്റും എന്നതിന് വളരെ സംശയാസ്പദമുണ്ട്. ഇതിനോട് ചേർത്ത് പറയാവുന്ന വേറൊരു പേരുണ്ടെങ്കിൽ അത്ര തന്നെ ഉറപ്പില്ല. അത് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കാര്യമാണ്. കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ദീർഘകാലമായിട്ട് ഇടതുമുന്നണിയുടെ ഭാഗമാണ്. കടന്നപ്പള്ളി 2 തവണ മന്ത്രിയായി. പ്രായാധിക്യമുണ്ട് എങ്കിലും മത്സരിക്കാൻ താല്പര്യപ്പെട്ടാൽ അദ്ദേഹത്തിന് കണ്ണൂർ സീറ്റ് കിട്ടും. കണ്ണൂർ സീറ്റ് CPM കൊടുക്കില്ലേ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ സംശയം വേണ്ട, കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കും. ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 പേരാണ് കേരളത്തിലെ സ്വയം പ്രഖ്യാപിത സർവസമ്മത സ്ഥാനാർത്ഥികൾ. ഇവരോളം ഭാഗ്യം അല്ലെങ്കിൽ ഇവരോളം സുഹൃത്തം ചെയ്ത വേറൊരാൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കാണുന്ന കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച.